ഹലോ എവരി വൺ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ബൈസിക്കിൾ തീവ്സ്. എഴുതിയിരിക്കുന്നത് വരുൺ ഗ്രോവർ. ഇത് സിനിമയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലേഖനമാണ്. 1948 ഈ സിനിമ പുറത്തിറങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ദുരിതങ്ങളുമൊക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. സീതി സി കഹാനിയെ, നേരെയുള്ള, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. ദൂസരെ വിശ്വയുദ്ധക്കെ ബാധക ഇറ്റലിയെ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയാണ്. ഗരീബി ഔർ ഉദാസി ധൂപ് കി തരഹ് പൂരെ ദേശ് മേ ചായി ഹുയി ഹെ, ദാരിദ്ര്യവും അതുപോലെ തന്നെ ദുഃഖവും വെയിൽ പോലെ രാജ്യം മുഴുവനും വ്യാപിച്ചു കിടന്നിരുന്നു. റോം മേ രഹ്നെ വാലെ അന്തോണിയോ കോ നൗക്കരി ചാഹിയെ, റോമിൽ താമസിക്കുന്ന അന്തോണിയോവിന് ഒരു ജോലി ആവശ്യമുണ്ട്. ലേക്കിൻ നൗക്കരി ऐसी मिली है जिसके लिए സൈക്കിൾ ഹോന ജറൂരി ഹെ, അവൻ ആ ജോലി ചെയ്യണമെങ്കിൽ ഒരു സൈക്കിൾ ആവശ്യമാണ്. അതായത് എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലിയായിരുന്നു അവന് കിട്ടിയിരുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഉസ്കി പത്നി മാരിയ ബഡി മുഷ്കിലും സെ ഘർ കാ സാമാൻ ബേജിക്കർ സൈക്കിൾ കെ പൈസെ ചുടാത്തി ഹെ, അദ്ദേഹത്തിൻ്റെ വൈഫ് മാരിയ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് വീട്ടിലെ സാധനങ്ങളെല്ലാം വിറ്റിട്ട് സൈക്കിൾ വാങ്ങാനുള്ള പൈസ സ്വരൂപിക്കുന്നു. ചുടാത്തി എന്ന് പറഞ്ഞാൽ സ്വരൂപിക്കുന്നു. കാം കെ പഹലെ ഹി ദിൻ അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാത്തി, ജോലി കിട്ടിയ ഫസ്റ്റ് ദിവസം തന്നെ അന്തോണിയുടെ സൈക്കിൾ ആരോ മോഷ്ടിക്കപ്പെട്ടു. വഹ് അപ്പനെ 10 സാൽ കെ ബേട്ടെ ബ്രൂണോ കെ സാത്ത് സൈക്കിൾ കോച്ചിനെ നികൽത്താ ഹെ, തൻ്റെ 10 വയസ്സുള്ള മകനായ ബ്രൂണോയുടെ കൂടെ സൈക്കിൾ അന്വേഷിക്കാൻ പുറപ്പെടുന്നു. പഹലെ ചോർ ബാസാർ, ഫസ്റ്റ് ചോർ ബാസാറിലൊക്കെ പോയി അന്വേഷിച്ചു. ചോർ ബാസാർ എന്ന് പറഞ്ഞാൽ പഴയതും പുതിയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. ഫിർ ഷഹർ കെ ബാക്കി ബദ്നാം ഇലാക്കോമേ, പിന്നീട് ചീത്തപ്പേരുള്ള പ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ചു. ബദ്നാം എന്ന് പറഞ്ഞാൽ ചീത്തപ്പേരുള്ള, ഇലാക്കോം എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങൾ. പിതാ ഔർ പുത്ര ഹതാശ ഔർ ഉമ്മീദ് കെ ബീച്ച് ചൂൽത്തെ രഹത്തെ ഹെ, അച്ഛനും മകനും നിരാശയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ കിടന്ന് ആടിക്കളിക്കുന്നു. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ, ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അതായത് സൈക്കിൾ ചിലപ്പോൾ കിട്ടാതാകുമ്പോൾ വളരെയധികം നിരാശപ്പെടുന്നു, ചിലപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വരുന്നു, അങ്ങനെയൊക്കെ. അന്തോണിയോനെ തോ ഷായത് ദുനിയാക്കെ ബഹുത്ത് ദുഃഖ് ചേലേഹെ, ഒരു പക്ഷേ അന്തോണിയോ ലോകത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച വ്യക്തിയാണെന്ന് പറയാം. ചേല എന്ന് പറഞ്ഞാൽ സഹിച്ച. ബ്രൂണോ കെലിയെ പിക്കർത്തി മാനവതാക്ക യഹ് പഹല അനുഭവ് ഹെ, എന്നാൽ ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം ചിതറുന്ന മനുഷ്യത്വം എന്നത് ആദ്യത്തെ അനുഭവം ആണ്. സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്യായം, അസത്യം, ദുഃഖം തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ ബികർത്തി മാനവത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എവിടെയും മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്നില്ല. സബ് ജഗ സെ ഹാർക്കർ അന്തുമേ അന്തോണിയോക്കോ സടക്ക് കിനാരയേക്ക് ലാവാരി സൈക്കിൾ ദിക്തിയെ, എല്ലായിടത്തും പോയി പരാജയപ്പെട്ട അവസാനം അന്തോണിയോ റോഡ് സൈഡിൽ ആരും അവകാശപ്പെടാത്തൊരു സൈക്കിള് കാണുന്നു. ലാവാരിസ് എന്ന് പറഞ്ഞാൽ അവകാശികളില്ലാത്ത. ഉസേ പത്താഹേക്ക് ചോരി ബുരി ചീസ് ഹെ, മോഷണം ചീത്ത കാര്യമാണെന്ന് അവന് അറിയാം. ലേക്കിൻ ഉസ്കി ഈമാൻദാരി ഉസ്കി ഭൂക്ക് സെ ടക്കരാ രഹിയെ, എന്നാൽ അവൻ്റെ സത്യസന്ധത വിശപ്പുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വിശപ്പുമായി കൂട്ടിയിടിക്കുന്നു അല്ലെങ്കിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? അന്തോണിയോ ദാരിദ്ര്യം നന്നായി അനുഭവിച്ചിരുന്നു. അയാളുടെ സൈക്കിളാണെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു. അയാൾ സത്യസന്ധനാണ്, പക്ഷേ വിശപ്പ്, ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാൽ അയാൾ വിവശനായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ വിശപ്പ് സത്യസന്ധതയുമായി കൂട്ടിമുട്ടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതും. അന്തോണിയോ ഉസ് സൈക്കിൾ കോ ചുരാനേക്ക് കോശിഷ് കർത്താ ഹെ, അന്തോണിയോ ആ അവകാശികളില്ലാത്ത സൈക്കിള് മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ലേക്കിൻ പക്കടാ ജാത്താ ഹെ, എന്നാൽ പിടിക്കപ്പെടുന്നു. സൈക്കിൾ കാ മാലിക് അന്തോണിയോ കി ഹാലത്ത് ദേക്കർ ഉസെ ജാനെ ദേത്താ ഹെ, സൈക്കിളിൻ്റെ ഉടമസ്ഥൻ അന്തോണിയോയുടെ ഹാലത്ത് മീൻസ് അവസ്ഥ കണ്ടിട്ട് അവനെ പോകാൻ അനുവദിക്കുന്നു. അന്തിം ദൃശ്യമേം അന്തോണിയോ ഓർ ബ്രൂണോ ബീഡ് കെ സാത്ത് ചൽ രഹേ, അവസാന രംഗത്തിൽ അന്തോണിയോയും ബ്രൂണോയും ആൾക്കൂട്ടത്തോടൊപ്പം നടക്കുന്നു. ടൂട്ടെ ഹുയെ ഷർമിത, എങ്ങനെയാണ് നടക്കുന്നത്? എല്ലാം തകർന്ന പോലെ, അതുപോലെ തന്നെ ലജ്ജിച്ചാണ് അവർ നടന്നു പോകുന്നത്. സൈക്കിൾ നെഹിയെ, സൈക്കിളില്ല. ലേക്കിൻ ദുനിയാമിം അബീബി കരുണാഹെ, എന്നാൽ ലോകത്ത് ഇപ്പോഴും കരുണയുണ്ട്. ഉമ്മീദ് ഹെ, വിശ്വാസമുണ്ട്. ഔർ
एक और मुश्किल दिन है जिसका सामना करने निकली एक भीड़ है. മറ്റൊരു പ്രയാസമുള്ള ദിവസം നേരിടാൻ തയ്യാറായ ഒരു ജനക്കൂട്ടവുമുണ്ട്. നെക്സ്റ്റ് പേര ഏക് സരൽ സി കഹാനി ഹമേം കഹാം കഹാം ലേ ജാതി ഹെ. ഒരു ലളിതമായ കഥ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സഹി ഔർ ഗലത്ത് കി പരിഭാഷ. തെറ്റും ശരിയും തമ്മിലുള്ളൊരു പരിഭാഷ എന്ന് വെച്ചാൽ നിർവചനം, പരിഭാഷ തന്നെ. ഇതിഹാസ് കാ ഏക് പാഠ്. ചരിത്ര പഠനം. യുദ്ധ കാ അസലി ചെഹര. യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം. ജോ ബാരൂദ് കാ ധുവം ചണ്ഡേ കെ ബാദ് ദിക്താ ഹെ. അതായത് വെടിമരുന്നിൻ്റെ പുകയൊക്കെ മാറിയതിന് ശേഷം ഉള്ള യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം. ഔർ ഏക് പരിവാർ കാ മഹത്ത്. ഒരു കുടുംബത്തിൻ്റെ മഹത്വം. ഇതൊക്കെയാണ് ഈ ലേഖനത്തിലൂടെ കാണിക്കുന്നത്. ചണ്ഡനെ എന്ന് പറഞ്ഞാൽ മാറിപ്പോവുക, ധുവാം എന്ന് പറഞ്ഞാൽ പുക, ബാരൂദ് വെടിമരുന്ന്, ചെഹര എന്ന് പറഞ്ഞാൽ മുഖം. ഫിൽമേ ജിത്തനി ഹസാനെ യാ മൻ ബഹലാനെ കെ ലിയെ ഹോത്തി ഹെ. സിനിമകൾ എത്രത്തോളം ചിരിപ്പിക്കുകയും അതുപോലെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവോ, ഉത്തനെ ഹി ദിൽ തോടിനെ ഔർ റുലാനെ കെ ലിയെ ബി. അതുപോലെ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നവയാണ്. ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നവയാണ് സിനിമകൾ. ഫിൽമേ കഹാനി കെ ജറിയെ വഹ് കഹ്തി ഹെ ജോ ഹമേം എഹ്സാസ് ദിലാത്ത ഹെ കി ഹം കിത്തനെ കംസോർ ഹെ, താക്കത്വർ ഹെ, സംവേദൻശീൽ ഹെ, ഫൂഹഡ് ഹെ, ബദത്മീസ് ഹെ. സിനിമകൾ കഥകളിലൂടെ എന്താണോ പറയുന്നത് അത് നമ്മൾ എത്രത്തോളം ദുർബലരാണെന്നും ശക്തിയുള്ളവരാണെന്നും സംവേദനശീലമുള്ളവരും സംസ്കാരമില്ലാത്തവരും മര്യാദയില്ലാത്തവരുമാണെന്നൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത് അഹ്സാസ് ദിലാത്ത എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുക. കംസോർ ദുർബലർ, താക്കത്വർ ശക്തിയുള്ളവർ, സംവേദനശീലർ എന്ന് പറഞ്ഞാൽ വികാരഭരിതർ, ഫൂഹഡ് എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്തവർ, ബദദ് മീസ് മര്യാദയില്ലാത്തവർ. ലേക്കിൻ സബ്സെ ജറൂരി ബാത് ഹം അകേലെ നെഹിയെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല. അകേലെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. ദുനിയ ബർമേ ലോകമെമ്പാടും, ദൂർ ദൂർ കെ ദേശോമേ ദൂരെയുള്ള രാജ്യങ്ങളിൽ പോലും, ഐസെ ദേശോമേ ജഹാം ലോക് ഭാഷാ ബി ഹമാരി നെഹിം ബോൽത്തെ. നമ്മുടെ ഭാഷ പോലും സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ. ഐസെ ലോഗ് ഹേ ജോ ഹമാരി ജൈസി ഖുഷിയോം സെ ഖുഷ് ഹോ രഹേ. നമ്മളെപ്പോലെ തന്നെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും, ഹമാരെ ജൈസെ ദുഃഖം സെ ടൂട്ട് രഹേ, ദുഃഖങ്ങളിൽ തകർന്നു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഫിൽമേം ഹമേ ബാന്ധതി ഹെ. സിനിമകൾ നമ്മെ കെട്ടുന്നു. ഏക് അദൃശ്യ ചാന്ദ് കി ഡോർ മേം. ഒരു അദൃശ്യമായ വെള്ളിച്ചരട് കൊണ്ട്. ചാന്ദ് കി ഡോർ എന്ന് പറഞ്ഞാൽ വെള്ളിച്ചരട്. ഔർ ഗഡാക്കർ ദേത്തി ഹെ. നിർത്തുന്നു. ഏക് ബഹുത്ത് ഊഞ്ചി ചത്ത് പർ. ഒരു ഉയർന്ന തട്ടിൽ നമ്മെ നിർത്തുന്നു. സിനിമകൾ നമ്മെ അദൃശ്യമായ ഒരു വെള്ളിച്ചരട് കൊണ്ട് ബന്ധിക്കുകയും വളരെ ഉയർന്ന ഒരു തട്ടിൽ നിർത്തുകയും ചെയ്യുന്നു. ഹൽക്കെ സെ ചോങ്കെ മേ ഉഡ്ന സീക്ക് ജാത്തെ ഹെ. ഹൽക്കെ എന്ന് പറഞ്ഞാൽ നേരിയ, ചോങ്കെ കാറ്റിൽ, ഉഡ്ന സീക്ക് ജാത്തെ ഹെ പറക്കാൻ നമ്മെ സഹായിക്കുന്നു. നേരിയ കാറ്റിൽ പറക്കാൻ നമ്മെ സഹായിക്കുന്നു. ഹം കിസി നയി കരാറി പതങ്കി കീ തരഹ്. ഒരു പുതിയ ദൃഢമായ പട്ടം പോലെ നേരിയ കാറ്റിൽ നമ്മെ പറക്കാൻ സഹായിക്കുന്നു. സിനിമകൾ നമ്മെ അദൃശ്യമായ ഒരു വെള്ളിച്ചരട് കൊണ്ട് ബന്ധിക്കുകയും വളരെ ഉയർന്ന ഒരു തട്ടിൽ നിർത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ ദൃഢമായ പട്ടം പോലെ നേരിയ കാറ്റിൽ പറക്കാൻ നമ്മൾ പഠിക്കുന്നു. ഇനി നമുക്ക് ഓതറെ പരിചയപ്പെടാം. വരുൺ ഗ്രോവർ. വരുൺ ഗ്രോവർ का जन्म 26 जनवरी 1980 को हिमाचल प्रदेश के सुंदर नगर में हुआ. വരുൺ ഗ്രോവർ ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗറിൽ 1980 ജനുവരി 26-നാണ് ജനിച്ചത്. ആപ്പ് ലേഖക്. അദ്ദേഹം ലേഖകനും ഫിലിം ഗീതകാർ സിനിമാ സംഗീതജ്ഞനും ഔർ ഫിലിം നിർമ്മാതാ ഹെ. സിനിമ നിർമ്മാതാവും ആയിരുന്നു. ആപ്കോ സർവശ്രേഷ്ഠ ഗീതകാർ പുരസ്കാർ 2015, സംവേദ യോജന കെ ലിയെ ഫിലിം ഫെയർ പുരസ്കാർ 2022, IIFA का सर्वश्रेष्ठ फिल्म गीतकार पुरस्कार 2016 ആദി കൈ പുരസ്കാർ പ്രാപ്ത് ഹുയെ. അദ്ദേഹത്തിന് സർവശ്രേഷ്ഠ സംഗീതജ്ഞനുള്ള പുരസ്കാരം 2015, ഡയലോഗ് റൈറ്റിങ്ങിനുള്ള ഫിലിം ഫെയർ പുരസ്കാരം 2022, IIFAയുടെ സർവശ്രേഷ്ഠ സിനിമ സംഗീതജ്ഞ പുരസ്കാരം
2016 എന്നിവയെല്ലാം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പെപ്പർ ചോർ, ഭിക്ഷു, കരേസവ ആദി ആപ്കി പ്രകാശിത രചനായ ഹെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച രചനകളാണ് ഏതൊക്കെ? പെപ്പർ ചോർ, ഭിക്ഷു, കരേസവ എന്നിവ. ഇതോടുകൂടി ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമാ ലേഖനം അവസാനിച്ചിരിക്കുന്നു. ഇത് ചെറിയൊരു ചാപ്റ്ററാണ്. എങ്കിലും ലെസൻ്റെ അവസാനത്തെ 2 പാരഗ്രാഫും സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ലോകം മുഴുവനും നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്സ്.